ഇന്നിപ്പോൾ നമ്മൾ പെണ്ണുങ്ങളെ അവസ്ഥ എന്താ? എടുത്തൊരാൾ തമാശ പറയും, പണ്ടൊക്കെ കല്യാണത്തിന് പോയാൽ നമ്മൾ പെണ്ണുങ്ങളൊക്കെ പുറത്തിടും അല്ലേ? ഇപ്പൊ പെണ്ണുങ്ങളല്ല, നമ്മളെല്ലാ കസേരയും പുറത്തൊരു മഫ്തി കിട്ടും. കസേരൊക്കെ ഫുള്ള് പുറത്തിട്ടുണ്ടാവും, പെണ്ണുങ്ങളൊക്കെ പുറത്തി കഴിച്ചിട്ടുണ്ടാവും. ഇപ്പൊ കസേര പുറത്തിട്ടിക്കണം, കസേര ഫുള്ള് ഹിജാബിലേക്കും, പെണ്ണുങ്ങളോ തലയും മുടിയും മാറും ഒക്കെ പുറത്തിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി വനിതകൾ വല്യദ്രിബിന ബിഖുമുരിന്ന അലാ ജിയൂബിഹിന്ന എന്ന ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയപ്പോൾ അവിടെ വസ്ത്രങ്ങൾ അവിടെ മാറിടത്തിലൂടെ താഴ്ത്തിയിടട്ടെ എന്ന ആയത്ത് ഇറക്കിയപ്പോൾ ആയത്തിന്റെ തഫ്സീർ അമാനിമുല്ല തഫ്സീറൊക്കെ നമ്മൾ വായിച്ചു. സഹാബി വനിതകൾ അവർ വസ്ത്രം തുന്നി കൂട്ടിയിട്ട് മുള്ളോണ്ടൊക്കെ കുത്തി ഉണ്ടാക്കിയിട്ട് ആ മുഖമക്കൻ ഇങ്ങോട്ട് താഴ്ത്തിയിടാൻ വേണ്ടി അവർ കാണിച്ച ശുഷ്കാന്തി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങാടി കൂടെ നടക്കുമ്പോൾ ആണും പെണ്ണും ഇടകരലുണ്ട്. പ്രവാചകൻ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ വഴിയോട് ചേർന്ന് നിൽക്കണം, ആണുങ്ങളൊക്കെ വഴി നടക്കാൻ പാടില്ല. ഇന്നൊക്കെ ഇപ്പോൾ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ ആണുങ്ങൾ മാറിക്കൊടുക്കില്ലാതെ, പണ്ടൊക്കെ നിങ്ങൾ ആലോചിക്കും, പണ്ടൊക്കെ പെണ്ണുങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏത് അമുസ്ലിം ആണെങ്കിലും കാഫറാണ്, ഏതൊരു കുട ഉണ്ടാവും കയ്യിൽ, അത് വെയിലുണ്ടാകുമ്പോഴും ഉണ്ടാവും വേണ്ടാവും, എന്നിട്ട് ആ കുട ചൂടിയിട്ടാണ് പെണ്ണുങ്ങൾ പോകുക. മുഖമൊന്നും അധികം കാണില്ല, കാരണം കുടന്റെ ഉള്ളിൽ മുഖം മറിച്ചിട്ടാണ് പെണ്ണുങ്ങൾ നടക്കുക. ഇന്നിപ്പോൾ കുട പോയിട്ട് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ആണുങ്ങൾ മാറിക്കൊടുക്കേണ്ടി വരും. പ്രവാചകന്റെ സഹാബി റസൂൽ പറയാണ്, നിങ്ങൾ പെണ്ണുങ്ങൾ മതിലിനോട് ചാരി നടക്കും. റസൂലിന്റെ സഹാബത്ത് പറയാണ്, ആ ഹദീസ് കേൾക്കേണ്ട താമസം മുഴുവൻ പെണ്ണുങ്ങളും ചുമരിനോട് ചാരി നടന്ന അവിടെ വസ്ത്രം ആ ചുമരിൽ തട്ടി കീറിപ്പോകുമാറ് അത്രയും ചുമരിനോട് ചാരി നടന്നു. ഇതാണ് സമയനാവാത്താൻ പറഞ്ഞ റസൂൽ പറഞ്ഞാൽ അതിനപ്പുറത്തേക്കില്ല. അത് വസ്ത്രധാര രീതിയിൽ വരെയുണ്ട്. സഹാബത്തിലൊക്കെ നമുക്ക് മാതൃക എന്ന് പറഞ്ഞാൽ നബി എന്ത് പറയും? വസ്ത്രധാരം, പുരുഷന്മാർ നിര്യാണിക്ക് താഴെ പോകാൻ പാടില്ല.